أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു സൂറത്തുൽ കൗസറിന്റെ ആദ്യത്തെ വചനത്തിന് നൽകിയ വിശദീകരണത്തിന്റെ തുടർച്ചയാണ്. ഹുദൂർ പറയുന്നു, ഇനി നമുക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നൽകിയ ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് നോക്കാം. മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ വരുമ്പോൾ ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും മറ്റൊരു കൂട്ടർ അവരുടെ ശത്രുക്കളാവുകയും ചെയ്യുന്നു. ഈ സുഹൃത്ത് ബന്ധവും ശത്രുതയും അമ്പിയാക്കളുമായി മാത്രമല്ല, രാഷ്ട്രീയ സംഘടനകളിലും ഒരു കൂട്ടർ അനുകൂലിക്കുന്നവരും ചിലർ ശത്രുക്കളുമാവുന്നു. എന്നാൽ ഇസ്ലാം ഒഴികെ മറ്റൊരു മതവും ഇരു കൂട്ടർക്കും, അതായത് സുഹൃത്തുക്കളോടും ശത്രുക്കളോടുമുള്ള അവകാശങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ള ബൈബിൾ പഴയ നിയമം നിയമാവർത്തന പുസ്തകത്തിൽ അധ്യായം 20 ശത്രുക്കളുടെ ഭവനത്തിൽ പ്രവേശിച്ചാൽ എല്ലാ പുരുഷന്മാരെയും വധിക്കുവാനും സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കുവാനും പറഞ്ഞിരിക്കുന്നു. ചില അവസരങ്ങളിൽ മൃഗങ്ങളെ അറുക്കുവാനും കൽപ്പനയുണ്ട്. ഈ അധ്യാപനത്തിൽ കാഠിന്യമുള്ളതായി കാണാം. എന്നാൽ ഇസ്ലാം നൽകിയ അധ്യാപനം നീതിയുക്തവും ഉന്നതവുമായതാണ്. ഉദാഹരണത്തിന്, യുദ്ധത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, സൂറത്തുൽ ബഖറ 191. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. നിങ്ങൾക്കെതിരിൽ വാളെടുക്കാത്തവരുമായി യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. അതേപോലെ യുദ്ധം ചെയ്യുന്നവരോട് സ്ത്രീകളെ വധിക്കരുതെന്ന് പറഞ്ഞു, അവർ യുദ്ധത്തിന് പങ്കെടുക്കുന്നവരായാൽ പോലും. വളരെ അസാധാരണമായ അവസ്ഥ ഒഴികെ മറ്റൊരു സന്ദർഭങ്ങളിലും അവരെ വധിക്കരുത്. ഉദാഹരണത്തിന്, ചരിത്രത്തിൽ കാണാം, യുദ്ധമൈതാനത്തിൽ അവിശ്വാസികളിൽ നിന്നൊരാൾ ജനങ്ങളെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതും മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുവാൻ ജനങ്ങളെ ആവേശഭരിതമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സ്വഹാബി കണ്ടു. അദ്ദേഹം ആ വ്യക്തിയുടെ അടുത്തേക്ക് കുതിച്ചു. ആ വ്യക്തിയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹം മുന്നോട്ടാഞ്ഞപ്പോൾ പുരുഷന്മാരുടെ വേഷം ധരിച്ച ഒരു സ്ത്രീയാണ് അവരെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഉടൻ തിരിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആ വ്യക്തിയെ എന്തിനാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് ഉചിതമല്ലെന്ന് കരുതി എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് മേൽ വാൾ ചലിപ്പിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ ആ സ്ത്രീയുടെ പ്രവൃത്തി കാരണം മുസ്ലിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടും ആ സ്ത്രീയെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇതേപോലെ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമൈതാനം പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടു. സ്വഹാബാക്കൾ പറയുന്നു, ആ സ്ത്രീയുടെ മൃതശരീരം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഈ പ്രവൃത്തി ചെയ്തത് അവൻ അനിഷ്ടകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരിൽ സൈന്യത്തെ അയക്കുമ്പോൾ ഈ ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. സത്യസന്ധതയില്ലായ്മ പ്രകടിപ്പിക്കരുത്. വഞ്ചനയോട് പ്രവർത്തിക്കരുത്. ശത്രുക്കളുടെ അവയവങ്ങൾ ഛേദിക്കരുത്. പ്രായപൂർത്തിയാകാത്തവരെ വധിക്കരുത്. സ്ത്രീകളെ വധിക്കരുത്. ആരാധനാലയത്തിൽ ഇരിക്കുന്നവരെ വധിക്കരുത്. വൃദ്ധരെയും ദുർബലരെയും വധിക്കരുത്. ഒരു കുട്ടിയെയും വധിക്കരുത്. അബൂദാവൂദ്. ഈ ഒരു കാരുണ്യത്തോടെയുള്ള ഹൃദയവിശാലതയുടെ ഉദാഹരണം മറ്റൊരു മതത്തിലും കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നിയമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ നിയമങ്ങളൊന്നും നിലവിലില്ലാത്ത സമയത്ത്, ഈ സംവിധാനത്തെക്കുറിച്ച് ഒരാൾക്കും അറിവില്ലാതിരുന്ന ഒരു കാലത്ത്, ആരാണ് ലോകത്തിന് പ്രയോജനപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അവരെ മൃഗതുല്യമായതും അക്രമപരമായ അവസ്ഥയിൽ നിന്നും മാറ്റി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ നൽകിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് പോകുമ്പോൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് തമ്പടിക്കുമായിരുന്നു. ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ വരവിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. പ്രഭാത സമയത്ത് ആക്രമണം ആരംഭിക്കുമായിരുന്നു. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നില്ലെന്ന അറിയിപ്പ് വന്നാൽ ആക്രമിക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം പ്രഭാതമാകുമ്പോഴാണ് യുദ്ധം ആരംഭിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് പൊടുന്നനെ ആക്രമിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നില്ല. ശത്രുക്കൾ പൊടുന്നനെ ആക്രമിച്ചാൽ മാത്രം അതിന് മറുപടിയായി അവരും തിരിച്ചടിക്കാൻ നിർബന്ധിതരാകുമായിരുന്നു.
ഒരിക്കലും മുസ്ലിങ്ങൾ അങ്ങനെ ഒരു അക്രമത്തിന് തുടക്കം കുറിച്ചിരുന്നില്ല. രാത്രിയിലും അറിയിപ്പ് കൊടുക്കാതെയും സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും വധിച്ചുകൊണ്ടുമുള്ള ആക്രമണം പാടില്ലെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള വിളംബരം ചെയ്യണമെന്ന നിയമവും ഇസ്ലാം സ്ഥാപിച്ചു. അതേപോലെ ശത്രു ആയുധം താഴെ വെച്ചാൽ നിങ്ങളും യുദ്ധം നിർത്തിവെക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹ. സൂറത്തുൽ അൻഫാൽ 62-ാം വചനം. അതായത് ഏതെങ്കിലും സമൂഹം സമാധാനത്തിലേക്ക് ചായുന്നുവെങ്കിൽ നീയും അതിലേക്ക് ചായുക. മൈത്രിയുടെ വിളംബരത്തിന് ശേഷം അവരുമായി യുദ്ധം ചെയ്യുന്നത് അനുവദനീയമല്ല. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.